الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മീയ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ ഈ സമുദായത്തിനെ പറ്റി പറയുന്ന ഒരു പരാതി അള്ളാഹു ഖുർആനിൽ ഉൾപ്പെടുത്തിയത് കാണാം. പരാതിക്കാരൻ റസൂലാണ്, പരാതി പറയുന്നത് അള്ളാഹുവാണ്. സൂറ ഫുർഖാനിൽ അള്ളാഹു പറയുന്നു, വഖാല റസൂലു, റസൂല് പറഞ്ഞു, യാ റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി, തീർച്ചയായും എൻ്റെ ജനത, എന്നെ നീ ആരിലേക്കാണോ നിയോഗിച്ചത് ആ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഈ ഖുർആനിനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു, തള്ളിക്കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. അല്ലാഹ് ഖുർആനിനെ വല്ലാത്തൊരു പരാതിയാണ്. ഈ പരാതി പല നിലക്കും ആളുകളെ ബാധിക്കുന്നതാണ്. ഒന്നാമതായി, റസൂലുള്ളാഹി ആദ്യമായി ഖുർആൻ ഓതിക്കൊടുത്ത പ്രഥമ പ്രബോധിത സമൂഹം, ആ സമൂഹത്തിലെ പ്രമുഖന്മാർ ഖുർആനിനെ സംബന്ധിച്ച് കെട്ടുകഥകളാണ്, മാരണമാണ്, മുഹമ്മദ് ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മേൽ വെച്ച് കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു. അവരുടെ ആ പറച്ചലിൽ തന്നെ അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം എടുത്തു പറയുന്നുണ്ട്. ഇത് നമ്മുടെ അള്ളാഹ് പറഞ്ഞൊന്നുമല്ല, അള്ളാഹിനെ പറ്റി മുഹമ്മദ് എഴുതിയതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു എന്ന് മുഹമ്മദ് പറയാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി ഒരു പലതും പറഞ്ഞുണ്ടാക്കുകയാണ് എന്നാണ് ഖുർആനിനെ പറ്റി അന്ന് അവര് പറഞ്ഞത്, മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ. അപ്പൊ ഈ രൂപത്തിൽ ഖുർആനിനെ പൂർണ്ണമായി അവഗണിക്കുന്നത് മഹ്ജൂറ, ഹജ്റുൽ ഖുർആൻ, ഖുർആനിനെ വർജിക്കൽ, ആ ഇനത്തിൽ വളരെ പ്രധാനപ്പെട്ടത് അതാണ്. മറ്റൊന്ന്, അതിൻ്റെ തിലാവത്ത്, പാരായണം ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, ഖുർആനിന്റെ പഠനം നടത്താതിരിക്കുക, ഖുർആനുമായുള്ള ബന്ധം കുറഞ്ഞു പോവുക. ഇതൊക്കെ താരതമ്യേനെ ഈ വർജിക്കൽ തന്നെയാണ്, അവഗണിക്കൽ തന്നെയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും
നിരന്തരമായി ഖുർആനിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖുർആൻ വായിക്കാൻ, ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അത് നമ്മുടെ വലിയ ബാധ്യതയാണ്. അതിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ. പരാജയത്തിന്റെ കാരണം ഖുർആൻ അവഗണിക്കുന്നതാണ്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് മുഴുവനും തൗഹീദാണ്. തൗഹീദുമായി ബന്ധമില്ലാത്ത ഒന്നുമില്ല ഖുർആനിൽ. കാരണം അല്ലാഹു തആല രണ്ട് രൂപത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആനിൽ. അതിലൊന്നാമത്തെ രൂപം സർവാംഗീകൃതമായ രൂപമാണ്. ഈശ്വര വിശ്വാസികളെല്ലാം അംഗീകരിക്കുന്ന ഒരു രൂപമാണ്. അതിനാണ് നമ്മൾ തൗഹീദ് റുബൂബിയ്യ എന്ന് പറയുന്നത്. ഈ പ്രകൃതിയിൽ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം, അതുപോലെ അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കഴിവുകളും അവന്റെ സവിശേഷതകളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം ലോകത്തുള്ള ഏതാണ്ട് എല്ലാ മുശ്രിക്കീങ്ങൾക്കും ഉണ്ട്. ദൈവനിഷേധികൾ മാത്രമാണ്, യുക്തിവാദികൾ മാത്രമാണ് പൂർണ്ണമായി അള്ളാഹുവിനെ തള്ളിപ്പറയുന്നത്, അവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല ഈ ഒരു ഭാഗം ഊന്നി പറയുന്നുണ്ട്. ഈ പ്രകൃതിക്ക് ഒരു സൃഷ്ടാവുണ്ട്, അവന്റെ ഉടമസ്ഥതയിലാണ് ഇതെല്ലാം, അവനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, അവൻ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, അവനെല്ലാം കാണുന്നു, കേൾക്കുന്നു എന്നിത്യാദി അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അവന്റെ കഴിവുകളും അവന്റെ സത്തയെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട അറിവുകളും സവിസ്തരം ഖുർആനിൽ നിരന്തരമായി അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രൂപത്തിലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. അത് ശർഈയായ തൗഹീദാണ്. ശർഈയായ തൗഹീദ് ഉലൂഹിയ്യയാണ്. കാരണം ഇവിടെയുള്ള മുശ്രിക്കുകൾക്കൊക്കെ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ അള്ളാഹിനെ വിശ്വസിച്ചത് ഇസ്ലാം മതത്തിൽ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഖുർആനിൽ അള്ളാഹിനെ പറ്റി പറയുന്നത് കൊണ്ടല്ല അവർ വിശ്വസിച്ചത്. മറിച്ച് അത് ഈ പ്രകൃതിയിൽ അവർ സത്യമാണ്. മനുഷ്യന്റെ മനസാക്ഷി അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചത്, അത് തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്ന രൂപത്തിൽ. അതുകൊണ്ട് തന്നെ അതിലുള്ള അവ്യക്തതകൾ പറഞ്ഞു തരിക എന്നതാണ് ഖുർആൻ ചെയ്തത്. അതിലുള്ള തെറ്റിദ്ധാരണകൾ തീർത്തു തന്നതാണ്. അത് മനുഷ്യൻ അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടില്ല ഒരു വ്യക്തിയുടെ. അങ്ങനെ തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ എല്ലാം ശരിക്കും സ്വർഗത്തിലേക്ക് പോകണം. പിന്നെ ഖുർആൻ പറഞ്ഞു തരുന്ന ശർഈയായ തൗഹീദ്, ഒരു മനുഷ്യൻ ആദ്യമായി നിർബന്ധമാകുന്ന ബാധ്യത, ആ തൗഹീദാണ് തൗഹീദ് ഉലൂഹിയ്യ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലുള്ള വിശ്വാസം. ഇത് മുസ്ലിം സമൂഹത്തിൽ തന്നെ പലർക്കും അറിയില്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രക്ഷപ്പെടാനുള്ള മാർഗം ആയ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു സൃഷ്ടാവുണ്ട്, അവന് പല കഴിവുകളുണ്ട് എന്നുള്ള വിശ്വാസമാണെന്ന് തെറ്റിദ്ധരിച്ച് സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശർഈൽ നിർദ്ദേശിക്കപ്പെടുന്ന ശർഈയായ തൗഹീദ് അതല്ല. മറിച്ച് അങ്ങനെയുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹു മാത്രമാണ് എന്റെ ആരാധ്യൻ എന്ന് അംഗീകരിക്കലാണ്. അതാണ് ഖുർആനിൽ സവിസ്തരം അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറ കാഫിറൂനയായാലും അതുപോലെ മറ്റു സൂറകളായാലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിളിക്കുന്നുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ്, നബിയെ തങ്ങൾ പറയുക, ഓ വേദക്കാരെ, തആലൗ ഇലാ കലിമത്തിൻ ബൈനനാ
കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, നമുക്കും നിങ്ങൾക്കും ഇടയിൽ യാതൊരു അംഗീകരിച്ചാൽ പ്രശ്നവുമില്ലാത്ത വളരെ സത്യസന്ധമായ സമമായ ഒരാശയത്തിലേക്ക് നിങ്ങൾ വരൂ. എന്താണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഈ ഉലൂഹിയ കൂടി അംഗീകരിക്കുക. ശർഈയായ തൗഹീദ്, നമ്മുടെ ബാധ്യതയായ തൗഹീദ്, അതുകൂടി നിങ്ങൾ അംഗീകരിക്കുക. വലാ നുശ്രിക ബിഹി ശൈആ, ലാ ഇലാഹ, അള്ളാഹുവിനോട് യാതൊന്നിനെയും നമ്മൾ പങ്കു ചേർക്കാതിരിക്കുക. വലാ യത്തഖിദ ബഅദുനാ ബഅദ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ, നമ്മളിൽ ചിലർ ചിലരെ ദൈവങ്ങളാക്കാതിരിക്കുക, ആരാധ്യന്മാരാക്കാതിരിക്കുക. അങ്ങനെയാണല്ലോ മനുഷ്യൻ. മൃഗങ്ങളൊന്നും പരസ്പരം ആരാധിക്കുന്നില്ല, പക്ഷെ മനുഷ്യൻ പരസ്പരം ആരാധിക്കുന്നു. പൂർവികരെ ആരാധിക്കുന്ന പിൻഗാമികൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമാണുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ, ഈ പ്രഖ്യാപനം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ, തൗഹീദ് ഉലൂഹിയ്യ ഈ പറഞ്ഞ വേദക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഫഖൂലു, നിങ്ങൾ പറയണം, ഇശ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ ആ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ഇങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നുവെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാം എന്ന് തെളിയിച്ച ഞങ്ങളുടെ കാര്യം, അതിന് സാക്ഷികളായി നിങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ബലാത്കാരമായി നിർബന്ധിച്ച് ഈ വിശ്വാസം അംഗീകരിപ്പിക്കാൻ ബാധ്യസ്ഥരല്ല. നിങ്ങളോട് ഇത് പറഞ്ഞു തരിക മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. ഞങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരാണ്, അതിന് നിങ്ങൾ കൂടി സാക്ഷികളാണ് എന്ന് പറഞ്ഞു പിരിയാൻ അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത തൗഹീദ് ഉലൂഹിയ്യയാണ്. അത് അംഗീകരിച്ച ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. അതിനാ ഖുർആനിൽ സ്വർഗത്തിന്റെ സംഗതികളൊക്കെ പറയുന്നത്. അത് അംഗീകരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കും, തക്കതായ ശിക്ഷ. അതുകൊണ്ടാ മഹ്ശറയിലെ നരകവും കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പറയുന്നത്. അത് അംഗീകരിച്ച ആളുകൾക്ക് പൂർവകാലത്തുണ്ടായ അനുഭവങ്ങളുണ്ട്, അതിന്റെ പ്രബോധകന്മാർക്കുണ്ടായ അനുഭവങ്ങളുണ്ട്. അതിന് അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അതിനെ എതിർത്ത് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഇറങ്ങിയ ശിക്ഷയും കാര്യങ്ങളും ഉണ്ട്. അത് വലിയ ചരിത്രമാണ്. അതുകൊണ്ടാണ് പൂർവകാല സമുദായത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്. ആ തൗഹീദ് ഉലൂഹിയ്യ അംഗീകരിച്ച ആളുകൾ ചില ബാധ്യതകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അവർ നമസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. അതിനാണ് ഖുർആനിൽ അതിന്റെ ബാധ്യതകളായി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട കടമകളെ സംബന്ധിച്ച്, കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അത് ഏറ്റെടുത്ത ആളുകൾ ചില കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ അവർ ഒഴിവാക്കേണ്ടതായ സംഗതികളെ പറ്റി പറയുന്നത്. എന്ന് വരുമ്പോൾ ഖുർആൻ മുഴുവനും തൗഹീദാണ്, തൗഹീദിന്റെ അനുബന്ധങ്ങളാണ്. അള്ളാഹുവിന് അത് മാത്രമാണ് പറയാനുള്ളത്. അതിനാണ് ഖുർആൻ അല്ലാഹു തആല ഇറക്കിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതും. ഖുർആൻ അറിയാത്തത് കൊണ്ട്, ഖുർആനിന്റെ ആശയം അറിയാത്തത് കൊണ്ട്, ഖുർആനിനെ അവഗണിച്ചത് കൊണ്ട്, ഖുർആനിനെ വർജിച്ചത് കൊണ്ട് ഈ തൗഹീദിൽ നിന്നും അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ നിന്നും ജനങ്ങൾ പാടെ അകന്നുപോയി. ഈ അകന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നീ ആരോട് തൗഹീദ് പറയാനാണോ എന്നെ ഏൽപ്പിച്ചത്? നീ ആർക്ക് നിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനാണോ എന്നെ ഏൽപ്പിച്ചത്? ഞാനത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ പിരിഞ്ഞു പോയിട്ടുള്ളൂ. വഹി അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നുബുവത്തിന്റെ അവസാനമാണ് അല്ലാഹു കുറിച്ചത്, വഹയിന്റെ അവസാനമല്ല. മനുഷ്യർക്ക് വേണ്ട വഹയ് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ.
അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു നബിയെ അല്ലാഹു തആല നിയോഗിക്കാതിരിക്കുന്നത്. നബി വന്നാലും ഇവിടെ ഉണ്ടാവുക വഹയല്ലേ, ആ വഹയ് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന വ്യക്തിക്ക് വഹയ് ലഭിക്കുകയാണ്, നബിയാവുകയല്ല. നുബുവത്തിന്റെ കാലം കഴിഞ്ഞു, വഹയ് ലഭിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ പഠിച്ചാൽ ഖുർആൻ വഹയാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്. അത് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗമാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അള്ളാന്റെ അടുത്തെത്തണമെങ്കിൽ ആ ഖുർആനാകുന്ന കയറും പിടിച്ചങ്ങ് കയറിയാൽ അതിന്റെ അവസാനം റബ്ബിന്റെ സാന്നിധ്യത്തിലാണ്. റബ്ബിന്റെ ലിഖാഅ് കിട്ടും, അള്ളാഹുവിനെ കാണാം. അതിനാണ് ഖുർആൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീ എന്നോട് ഈ ഖുർആനിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കി തരണം. അത് മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോകുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. നീ പറഞ്ഞത് ഒരു തവണയെങ്കിലും അറിയാതെ ഞാനിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്കും ഖുർആൻ മനസ്സിലാകും. ഖുർആനിന്റെ ഉള്ളറിയാൻ കഴിയും. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിതം നയിക്കാൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് മുഴുവനും തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. തൗഹീദ് ഉലൂഹിയ്യയാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. ശർഈയായ തൗഹീദ് അതാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതറിയാത്ത ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നാണ്. ശിർക്കോട് കൂടിയല്ലാതെ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ശിർക്കുള്ള ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നല്ല അള്ളാഹു തആല പറഞ്ഞത്. മറിച്ച് മുശ്രിക്കായിട്ടാണ് കൂടുതൽ ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ സത്ത അവൻ അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കഴിവുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹു സൃഷ്ടാവാണ് എന്ന വസ്തുത അവർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പൊതുവെ ഈശ്വര വിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സമ്മതിക്കുന്ന കാര്യങ്ങളൊക്കെ അവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ബാധ്യതയായ തൗഹീദ് ഉലൂഹിയ്യ അഥവാ അവരുടെ തവക്കുൽ, അവരുടെ പ്രാർത്ഥന, അവരുടെ അടുപ്പം, അവരുടെ സ്നേഹം, ഇതെല്ലാം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മുശ്രിക്കുകളായി പോയതാണ് എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ പഠിപ്പിക്കുകയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. അത് വെറും ഒരു ദൈവവിശ്വാസം മാത്രമല്ല, മറിച്ച് ഇലാഹ് അല്ലാഹുവാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, പഠിക്കണം. അതാണ് മനുഷ്യന്റെ ബാധ്യത. വഖാല അല്ലാഹു ലാ തത്തഖിദു ഇലാഹൈന ഇസ്നൈൻ, നിങ്ങൾ രണ്ട് ഇലാഹുകളെ ഉണ്ടാക്കരുത്. ഒന്ന് യഥാർത്ഥ സൃഷ്ടാവായ അല്ലാഹു, മറ്റൊന്ന് ആ സൃഷ്ടാവിങ്കൽ തനിക്ക് ശുപാർശ പറയാൻ വേണ്ടി താൻ കരുതി വെച്ച ഇലാഹ്. ആ ഇലാഹ് ആ രൂപത്തിൽ മുശ്രിക്കുകളെ സ്വീകരിച്ചിരുന്നു എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ. അവർ ഇലാഹിനെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് സൃഷ്ടാവാണ് എന്ന വിശ്വാസത്തിലല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ ശുപാർശ പറയുന്നവരാണ് എന്ന നിലക്ക്. അള്ളാഹ് അവരോട് മഹ്ശറയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദുനിയാവിൽ വെച്ച് ശുപാർശകരെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൂടെ അവരെ കാണുന്നില്ലല്ലോ, നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നിരിക്കുന്നത്? പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഈ പ്രകൃതി അള്ളാഹുവിൻ്റെതാണ്,
ഇത് അള്ളാഹ് ഉണ്ടാക്കി വെച്ചതാ. ഇവിടെ ജീവിക്കാനുള്ള മനുഷ്യനെ റബ്ബുണ്ടാക്കിയതാണ്. ഇവിടെ ജീവിക്കാൻ ജനനവും മരണവും വേണോ? അത് രണ്ടും ഉണ്ടെങ്കിലേ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ജനനവും മരണവും. ആ ജനനവും മരണവും അള്ളാഹ് ഉണ്ടാക്കിയതാണ്. ഖലഖൽ മൗത വൽ ഹയാത. ഹയാത്തും മൗത്തും അള്ളാഹ് ഉണ്ടാക്കിയത് ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കാനാണ്. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള വസ്തുക്കളെ മുഴുവനും മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയണം. അതിനെല്ലാ വസ്തുക്കളെയും അള്ളാഹു തസ്ഖീറാക്കിയിരിക്കുന്നു, മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇതൊക്കെ ചെയ്തത് റബ്ബാ. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിച്ചാലും ആ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞാലും മരിച്ചതിന് ശേഷം ഈ മനുഷ്യന്റെ ശിക്ഷയും രക്ഷയും നൽകേണ്ടതുണ്ട്. അതിനൊരു ലോകം ആവശ്യമുണ്ട്. അതാണ് പരലോകം. അതുണ്ടാക്കിയത് അള്ളാഹുവാണ്. ആ പരലോകത്ത് മനുഷ്യൻ എത്തണമെങ്കിൽ അവനെ അവിടെ കൊണ്ടുവരണം. അതുകൊണ്ട് നുഷൂറിന്റെ ഉടമ, നുഷൂറിന്റെ സൃഷ്ടാവ് അതും അള്ളാഹുവാണ്. പരലോകത്തേക്ക് മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ഇത് മുഴുവനും അള്ളാന്റേതാണ്. ഇത് മുഴുവനും അള്ളാന്റേതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുകയും. ഇതാ അള്ളാന്റെ ന്യായം. ഇതാണ് അള്ളാഹുവിന്റെ ന്യായം. ഇങ്ങനെയാണ് അള്ളാഹു തൗഹീദ് പറയുന്നത്. ഇതിന് വിരുദ്ധമായി അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ അവര് പറഞ്ഞുണ്ടാക്കുന്ന ന്യായങ്ങൾ ഒന്ന് അള്ളാന്റെ മക്കളാണ്, ആ ന്യായം തെറ്റാണ് അള്ളാഹ്ക്ക് മക്കളില്ല. അതുപോലെ അള്ളാഹുവിങ്കൽ കാര്യങ്ങൾ പറഞ്ഞ് നേടിത്തരുന്ന ശുപാർശകന്മാർ, അങ്ങനെ ഒരു പരിപാടിയില്ല. അള്ളാഹു ഏകനാണ് എന്നല്ലാഹു ഇത്രയും കൃത്യമായി പച്ചക്ക് വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പറഞ്ഞിട്ട് ആ ഖുർആനിന്റെ വാക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാത്തത് കൊണ്ട് ശിർക്കിലകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല നിലക്കും പല രൂപത്തിലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ശിർക്ക് ചെയ്യുന്നു. രാവിലെ വീടുകളിൽ കേൾക്കാറില്ലേ, കാണാറില്ലേ? ഫോണുമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുക. തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി തളരുമ്പോ അങ്ങനെ തളർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പറയാ ദഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാര് ആരാ പാടിക്കൊടുക്കുന്നത്? ഈ ഖുർആൻ പ്രചരിപ്പിക്കണ്ട, ഖുർആൻ ഓതി തൗഹീദ് പറയണ്ട, ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ മുന്നോട്ട് നയിക്കേണ്ട പണ്ഡിതന്മാർ അവരിരുന്നിട്ടാ ഇത് നമ്മുടെ സഹോദരിമാരെ കൊണ്ട് പാടിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കണം. നമ്മുടെ ബാധ്യത വലുതാണ്. നാം തൗഹീദ് മനസ്സിലാക്കി എന്നത് കൊണ്ട് മാത്രമായില്ല, ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കൽ, അവർക്കത് ബോധ്യപ്പെടുത്തൽ, നമ്മുടെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ വലിയ ബാധ്യതയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നു സൂറ സുമറിൽ, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അല്ലാഹുവിന് പുറമെ അവർ ശുപാർശക്കാരെ ഉണ്ടാക്കുകയാണോ? ഏതാണ് ഈ ശുപാർശക്കാർ? ആരാധിക്കപ്പെടാൻ മാത്രം, നേർച്ചയാക്കാൻ മാത്രം, പ്രാർത്ഥിക്കാൻ മാത്രം ഉള്ള ശുപാർശക്കാർ അവരാരാണ് എന്ന് അല്ലാഹു ആധികാരികമായി ചോദിക്കുകയാണ്. മഹത്തുക്കളെ ആദരിക്കണം, അവരെ ആരാധിക്കരുത് എന്ന് ഖുർആൻ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഭൂതഗണങ്ങളെ, മനുഷ്യവർഗത്തെ ഇബാദത്തിന് വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. രണ്ട് സംഗതി, രണ്ട് പ്രവൃത്തി. ഒന്ന് വമാ ഖലഖതു, സൃഷ്ടിക്കുക, അതിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. വമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി, ഒന്നാമത്തെ പ്രവൃത്തി ഉണ്ടായത് മനുഷ്യനെ, ജിന്നുവർഗത്തെ, ഭൂതഗണങ്ങളെ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി, ആ പ്രവൃത്തി ഉണ്ടായത് എന്തിനാ? ലിയഅ്ബുദുല്ലാഹ. രണ്ടാമതായി അവര് ചെയ്യേണ്ടത് ആ സൃഷ്ടാവിനെ അവരാരാധിക്കണം.
അവരെ ഇബാദത്ത് ചെയ്യണം, അവരാണത് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാ ഞാൻ അവരെ ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അതാണ് പരീക്ഷ. ആരാ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നത്? ആരാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും തേടി പോകുന്നത്? ഇത്രയും സ്പഷ്ടമായിട്ടും പച്ചക്ക് പറഞ്ഞിട്ടും അനുഭവത്തിന് ബോധ്യപ്പെട്ടിട്ടും സകല നിയമത്തിന്റെയും ഉടമ അള്ളാഹുവാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടും ആ അള്ളാഹിനെ തള്ളി ആരാ പുറത്തേക്ക് പോകുന്നത് എന്ന് അള്ളാഹ്ക്കൊന്ന് കാണണം. എന്നിട്ട് അവർക്ക് അർഹമായ ശിക്ഷ നൽകണം. അതിന് പരലോകം വേണം. ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു കൃത്യമായി തൗഹീദ് മനസ്സിലാക്കി ശരിയായ മുവഹ്ഹിദുകളാകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് പ്രബോധനം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഉസൈകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി തൗഹീദി പ്രബോധനം എന്ന ഉത്തരവാദിത്ത നിർവഹണം നടത്തിയത് നമ്മളെപ്പോലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല എന്ന് നമുക്കറിയാം. ആരും ആ പക്ഷത്തില്ലാത്ത, തൗഹീദിന്റെ പക്ഷത്തില്ലാത്ത ഒരു നാട്, ആ നാട്ടിലുള്ള ആരാധനാലയം, റസൂലിന്റെ പിതാമഹൻ ഇബ്രാഹിം അലൈഹിസ്സലാം പണിത തൗഹീദിന്റെ ഭവനം, അവിടെ ശിർക്ക് നടമാടുകയാണ്. അതിനെതിരെ ആര് ശബ്ദിച്ചാലും അടിച്ചൊതുക്കുന്ന വലിയ ആളുകളാണ് അവിടെയുള്ളത്. ഇതെല്ലാം തരണം ചെയ്തിട്ട് ഒരൊറ്റയാൻ പോരാട്ടം നടത്തി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചു. അതിനു വേണ്ടിയാണ് റസൂലിനെ നിയോഗിക്കപ്പെട്ടത്. ഏതിന്? തൗഹീദിന്റെ കേന്ദ്രത്തിൽ ശിർക്ക് വന്നപ്പോൾ ആ കേന്ദ്ര മഹല്ല് മോചിപ്പിച്ചെടുക്കുക. അതുകൊണ്ട് മക്കം ഫത്ഹ് കഴിഞ്ഞാൽ പിന്നെ വഫാത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു റസൂലിനെ ആ രൂപത്തിൽ തിരിച്ചു കൊണ്ടുപോയത്. പിന്നെ അത് പടർന്ന് പന്തലിച്ചോളും. അത് കേന്ദ്രമായി ലോകത്തെമ്പാടും അത് നടന്നോളും. അങ്ങനെ അവിടെ മോചിപ്പിക്കപ്പെടുകയും അതിന്റെ നേതൃത്വം റസൂലുള്ളാഹിയുടെ കയ്യിൽ വരികയും ചെയ്താൽ എന്ത് ചെയ്യണം എന്നുകൂടി ചെറിയ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗസർ, ധാരാളം നന്മ ഇതാ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വലിയ നന്മ. ആ നന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ മക്കം ഫത്ഹ് തന്നെ. താങ്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇതാ കാര്യം കാണാൻ പോകുന്നു, നടക്കാൻ പോകുന്നു എന്ന സൂചന. അങ്ങനെ താങ്കളുടെ അധീനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമായിരിക്കണം. ഇപ്പൊ പലരോടുമാണ് പ്രാർത്ഥിക്കുന്നത്, ലാത്തേനോടും ഉസ്സേനോടും ഒക്കെ. അത് പറ്റൂല. അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. ഇപ്പോ ബലി നടക്കുന്നുണ്ട്, അത് പലർക്കുമാണ്, ലാത്തക്കും ഇസ്സക്കും ഒക്കെയാണ്. പറ്റൂല. വൻഹർ, അള്ളാഹുവിന് മാത്രമുള്ള ബലികർമ്മം നടക്കണം. അതിന്റെ പിന്തുടർച്ച, അതാണ് ഉളുഹിയ്യത്ത്. ആ ഉളുഹിയ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൗഹീദ് പ്രകടമാക്കാൻ അല്ലാഹു തആല തന്ന ചില വസായിലുകളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അല്ലാഹു, മഹാനായ അല്ലാഹു, സൃഷ്ടാവായ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു വച്ചിട്ട് ആ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള യാതൊരുവിധ മാർഗവും നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ അതെത്രമാത്രം വലിയ ദുരന്തമായിരിക്കും ആലോചിക്കണം. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം നമുക്ക് നൽകി എന്നത്, ചില മാർഗങ്ങൾ ചെയ്താൽ നമുക്ക് അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടും എന്ന ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തത്, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്.
മഹാനായ ഏറ്റവും വലിയവനായ അള്ളാഹുവിലേക്ക് മനുഷ്യന് അനായാസം അടുക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത്. നമ്മുടെ മഹല്ലില് വളരെ ഭംഗിയായി പോയ വർഷങ്ങളിലൊക്കെ ഉദ്ഹിയ്യത്ത് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ നല്ല സഹകരണം, അതിനോടുള്ള സ്നേഹം, ഇഷ്ടം, പ്രവർത്തനം, ഇതെല്ലാം കൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നത്. ഈ വർഷവും വളരെ ഭംഗിയായി നമുക്ക് നടത്തണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതിന്റെ രക്തം ഭൂമിയിൽ ഉറ്റുന്നതിന് മുമ്പ് അള്ളാഹുവിങ്കൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവൻ കണക്കാക്കിയെടുത്തത് എത്തുന്നുണ്ട് എന്നാണ്. ആ ഒരുവിന്റെ രോമത്തിന്റെ എണ്ണം കണ്ട് ഹസനാത്തുകൾ ആ വ്യക്തിക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും കുല്ല ആമിൻ അൻതും ബിഖൈർ, വർഷം മുഴുവനും താങ്കൾ സുഖമായി ജീവിക്കട്ടെ എന്ന് പരസ്പരം നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വർഷം കൂടി യാതൊരു മുടക്കോ ഇല്ലാതെ, ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരു വർഷം തികയുകയാണ്. അതിന്റെ ഒരു നന്ദി പ്രകടനം കൂടിയാണ് വർഷാവർഷം നടക്കുന്ന ഉദ്ഹിയ്യത്ത്. അതുകൊണ്ട് പോയ വർഷത്തെക്കാൾ ഉപരി ഇഖ്ലാസോടുകൂടി, ആർജവത്തോടുകൂടി ഇന്ന് തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനം തുടങ്ങണം. കമ്മിറ്റി ഭാരവാഹികൾക്ക് നിങ്ങളുടെ വിഹിതം എത്തിച്ചു കൊടുക്കുകയും ജ്ഞാനമുണ്ട് അതിൽ എന്ന് ആവേശപൂർവം എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ സമയവും നമ്മുടെ ധനവും നമ്മുടെ അധ്വാനവും നമ്മുടെ ആരോഗ്യവും എല്ലാം അല്ലാഹുവിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിനോട് സ്വർഗം വാങ്ങാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വല്ല ചിന്തയും, വല്ല വിചാരവും, വല്ല വിശ്വാസവും, വല്ല പ്രവർത്തനവും, വല്ല വാക്കുകളും ഞങ്ങളിലുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്തി യഥാർത്ഥ മുവഹ്ഹിദുകളാകാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, തൗഹീദ് പൂർണ്ണമായി അംഗീകരിച്ച മുവഹ്ഹിദുകൾക്ക് നീ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിത കാലയളവിൽ സംഭവിച്ചു പോയ എല്ലാ അപാകതകളും നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്, അവരുടെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കണേ റഹ്മാനേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ആരോഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പരാശ്രയം ആവശ്യമുള്ള നിലക്ക് രോഗത്തിൽ കടന്നു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.